കർത്താവേ നിജ പാപിക്ക് പ്രേമഗീതത്തെ നീ കാട്ടുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ സന്ധ്യായോഗത്തിലേക്ക് കടന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ബലഹീനായ ദാസനെ പരിശുദ്ധമായ വചനവുമായിട്ട് ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ തന്ന വലിയ കൃപയ്ക്കായിട്ട്, ഒരിക്കലും യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന ഒരു ജീവിതം, അതിനൊരു അവസരം തന്ന ദൈവത്തിന് ഞാൻ വളരെ നന്ദിയോടെ ഈ സമയത്ത് ആയിരിക്കുന്നു. ജോചനം ഓർപ്പിച്ചതുപോലെ നമുക്ക് ഓരോരുത്തരും പ്രാർത്ഥനയോടെ ഇരിക്കാം. ഞാൻ വായിച്ചതോ പഠിച്ചതോ അറിഞ്ഞതോ കാര്യങ്ങളെല്ലാം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ദൂതുകൾ ഈ സന്ധ്യാസമയത്ത് പകർന്നു തരുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ആത്മീയ വർധനയ്ക്കും ജീവിതത്തിലെ യഥാർത്ഥ ക്രിസ്ത്യാനിയായുള്ള ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചുകൊണ്ട്, ചോദിച്ചാൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഞാൻ പണ്ട് നാട്ടിൽ ഒരു യോഗത്തിൽ കേട്ട ഒരു വളരെ നാട്ടിൻപുറത്ത് പറഞ്ഞു കേൾക്കുന്നൊരു ഉദാഹരണം ഓർക്കുകയായിരുന്നു. നാട്ടിൽ നമ്മൾ രാത്രിയിൽ പലപ്പോഴും പട്ടികൾ കുരയ്ക്കുന്നത് കേൾക്കാറുണ്ട്. എന്തെങ്കിലും കണ്ടിട്ടാവും, ചിലപ്പോൾ കള്ളനെ കണ്ടിട്ടാകും. ഒരു പട്ടി കുരയ്ക്കാൻ തുടങ്ങും, അതുപോലെ ചുറ്റുപാട് എല്ലാ പട്ടികളും കുരയ്ക്കാൻ തുടങ്ങും. കുറെ കഴിയുമ്പോൾ മറ്റു പട്ടികളെല്ലാം ഒരു പക്ഷേ കുര നിർത്തി ഉറക്കത്തിലേക്ക് പോകും. പക്ഷേ കള്ളനെ കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയാസ്പദമായി കണ്ട ആ ഒരു പട്ടി അത് കുരച്ചുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ അതിൻ്റെ യജമാനൻ വരുന്നതുവരെയോ പെട്ടെന്ന് നിർത്തി പോകുന്നൊരു രീതി നമ്മൾ കാണാറില്ല. ജിയോൻ കമ്മ്യൂണിറ്റി ഫെലോഷിപ്പ് നമ്മൾ തുടങ്ങുമ്പോൾ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉള്ള പലരും മിക്കവാറും പേരും ദൈവത്തെ തൊട്ട് അറിഞ്ഞ് അനുഭവിച്ചവരാണ്. സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും കൂടി വരുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ രുചിച്ചറിഞ്ഞ് അനുഭവസ്ഥരാക്കിയതാണെന്ന് ഞാൻ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇത്ര വർഷം ഇത്ര ചെറിയൊരു കൂട്ടായ്മ മുന്നോട്ട് പോകുക എന്നുള്ളത് ദൈവ പദ്ധതി അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമല്ലെങ്കിൽ മറ്റൊന്നുമല്ല എന്ന് ഞാൻ കരുതുന്നു. ഒരു വാക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇത് ഒരു സാധാരണ ചെറിയൊരു കൂട്ടായ്മയല്ല, ദൈവം നടത്തുന്നതാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥനയോടെ ആയിരിക്കാം നമ്മെ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഗാനത്തിൻ്റെ 2 വരി ആലപിച്ച് നമുക്ക് തുടങ്ങാം. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. നമുക്ക് ഒരു വചന ഭാഗം വായിച്ച് സൂക്ഷയിലേക്ക് കിടക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആ വാക്യം മുഴുവനായിട്ട്, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്ക് 2 വാക്ക് ഈ വചനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവാം ദൈവമേ, സന്ധ്യാസമയത്ത് ഞങ്ങൾ ഓരോരുത്തരെയും കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായിട്ട് നിങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. വായിച്ച വചനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സന്നിധിയിൽ പാടി പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നതിന് വന്നിരിക്കുമ്പോൾ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട ദൂതുകൾ നിന്റെ പരിശുദ്ധാത്മാവ് വഴി പ്രേമദാസനിലൂടെ പകർന്നു നൽകണം. കർത്താവെ, എൻ്റെ അറിവോ കഴിവോ പാണ്ഡിത്യമോ അല്ല, നിന്നിലെ ദൂതുകൾ മാത്രം കേൾക്കാനാണ് ഈ സന്ധ്യാസമയത്ത് ഞങ്ങളായിരിക്കുന്നത്. കർത്താവെ, നീ കൂടിയിരുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച് വചനം തന്ന് നീ കൂടി വന്ന എല്ലാവരെയും പരിപോഷിപ്പിച്ച് പൂർണ്ണ തൃപ്തരാക്കി
ആത്മീയ വളർച്ചയ്ക്ക് ഒതുക്കുന്ന രീതിയിലുള്ള ദൂതുകൾ കൊടുത്ത് ജീവിതത്തിലെ എൻ്റെ വഴികളിലേക്ക് പോകുവാൻ അവർക്ക് ഇടയാക്കണം നാഥ. ഇതിൻ്റെ ശുശ്രൂഷാദിയോടൊന്നും സമർപ്പിക്കുന്നു. കൂടെയിരിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ആത്മാവിൽ നിറയ്ക്കണമേ നാഥ. സൗകര്യങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരമേ പിതാവേ, ആമേൻ. ഈ വചനഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. നമ്മൾ പലരും ദിവസവും പല പ്രാവശ്യം ഉരുവിടുന്ന വാചകമാണിത്. ഇത് കർത്തൃപ്രാർത്ഥനയുടെ യേശു പഠിപ്പിച്ച, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് ഞാൻ പറയും. കാരണം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മൾ ഓരോ ദിവസവും പല പ്രാവശ്യം, ഏറ്റവും കുറഞ്ഞ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ പലരും പ്രാർത്ഥിക്കുന്നുണ്ടാകും. അതിൽ കൂടുതൽ യാമപ്രാർത്ഥനയിൽ നിന്നവരും ഉണ്ടാകും ഈ കൂട്ടത്തിൽ. ഓരോ പ്രാവശ്യവും നമ്മൾ ഉരുവിടുന്നത് എന്ന് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന വാക്യം. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഒരുപക്ഷെ ഉരുവിടുന്നത് പോലെയാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കുന്നു, സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിച്ച് തീർക്കുന്നു, കുടുംബപരമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ട് ആത്മാർത്ഥമായത് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന നന്നായിരിക്കും. കാരണം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, യോ വിൽ ബി ഡൺ, നിന്റെ ഇഷ്ടം നടക്കണമേ എന്നാണ്. പ്രാർത്ഥനകൾ ഒരിക്കലും മറ്റൊരാളുടെ ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടങ്ങളാണ് പ്രാർത്ഥനയിൽ വരിക. പ്രാർത്ഥന എന്ന് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ പ്രിഫറൻസുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ പ്രാർത്ഥനകൾ നീണ്ട ലിസ്റ്റുകളാവാൻ വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അവിടെ എന്ത് സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ കണക്കാക്കുന്നെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് എന്ത് സ്ഥാനമുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കലാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്തർത്ഥമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഇടവന്നേക്കാം നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ. അപ്പം ഈ സന്ധ്യാസമയത്ത് കുറച്ച് സമയത്തിൻ്റെ പരിധി നിന്നുകൊണ്ട് ചെറുതായിട്ട് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച ഒരു ചിന്ത ഒരുപക്ഷെ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ ഉള്ളതും എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ആ ഒരു ചിന്ത വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് ഈ സമയത്ത് സംസാരിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു. പ്രാർത്ഥനകളുടെ അനുഭവം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഈ പ്രാർത്ഥന ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. നമ്മൾ കൂട്ടായ്മകളിൽ, പള്ളിയിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകളുണ്ട്, ക്രോഡീകരിച്ച പ്രാർത്ഥനകൾ. അതിലും ഒരുപക്ഷെ ഇതിന് ഉൾപ്പെടുത്താമെങ്കിലും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കുകയും അതിലൂടെ ദൈവത്തോട് സംവദിക്കുകയും സ്ഥിരമായിട്ട് നിലനിർത്തുന്ന ഒരു ബന്ധം ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. അത് അധികവും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളായിരിക്കാം, നമ്മുടെ പരാതികളായിരിക്കാം, നമ്മുടെ ആകുലതകളായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളുമായിരിക്കാം. അപ്പോൾ ഈ പ്രാർത്ഥനകൾ നമ്മൾ സാധാരണ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ പല രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട്. വളരെ എളുപ്പത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാനൊരാവശ്യം ദൈവത്തോട് പറയുന്നു, ആ ആവശ്യം ദൈവം നടത്തി തരുന്നു, അതിന് ഒരു ക്ലോഷർ, ഒരു സമാപ്തിയുള്ള ഒരു പ്രാർത്ഥന. എനിക്ക് ജോലി വേണം, അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച വേണം, അസുഖം മാറണം, മകൾക്ക് പഠിക്കണം, ജോലി കിട്ടണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് അസുഖം മാറണം, അല്ലെങ്കിൽ എന്താ എനിക്കിവിടെ പോകണം, എന്തെങ്കിലും വാങ്ങണം, എന്ത് ആവശ്യങ്ങളും ഉണ്ടാകും. ഒരുപക്ഷെ ദൈവം, കരുണവാനായ ദൈവം, സകലത്തിൻ്റെയും ഉറവിടമായ ദൈവം നമുക്ക് പല പ്രാർത്ഥനകൾക്ക് മറുപടി വളരെ എളുപ്പത്തിൽ തരും. ആ പ്രാർത്ഥനയ്ക്ക് സമാപ്തിയായി വളരെ എളുപ്പമാണ്. ആ ഒരു പ്രാർത്ഥനകളെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. മറ്റ് 2 തരത്തിലുള്ള പ്രാർത്ഥനകളാണ് പ്രധാനമായിട്ടും ഈ സന്ധ്യാസമയത്ത് ഞാൻ ചെറുതായിട്ട് ചിന്തിക്കാൻ വെച്ചിരിക്കുന്നത്. ഒന്ന്, നമുക്ക് മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾ. എന്തുകൊണ്ടോ എന്നെനിക്കറിയില്ല, ഈ ഒരു ചിന്ത കുറെ നാളുകളായിട്ട് എന്നെ മതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉള്ള അനുഭവങ്ങൾ വെച്ചിട്ട്, എനിക്കറിയാവുന്ന പലരുടെയും അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആകെ മാറ്റി മറിക്കാവുന്ന, തച്ചുടയ്ക്കാവുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉള്ള പലരും നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവവേലയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവേലയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു നമ്മൾ വിചാരിക്കുമ്പോൾ
നമ്മുടെ പ്രാർത്ഥനകൾ ഒരുപക്ഷെ എത്ര നിരന്തരമായി ചെയ്യുന്ന പ്രാർത്ഥനകൾ, ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രാർത്ഥനയാണെങ്കിലും മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടാകും. ആ പ്രാർത്ഥനകളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതിനെ എങ്ങനെ നമ്മൾ കാണുന്നു, അതിൻ്റെ പരാജയങ്ങളിൽ നിന്ന് നമുക്ക് തോന്നാകുന്ന മറുപടികളെ അതിജീവിച്ചുകൊണ്ട് നമ്മളെങ്ങനെ വിശ്വാസ ജീവിതത്തിൽ വീണ്ടും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമാണ്. ഒരു സ്ഥലത്ത് ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ലൗകികമായ കാര്യത്തിൽ നമ്മൾ തിരിച്ച് ഒരുപക്ഷെ ആ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയോ വീണ്ടും ചോദിക്കുകയോ ചെയ്യാത്ത സാഹചര്യം ഉണ്ടാകാം. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെ അവൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു ഫേവറബിളായിട്ടുള്ള അനുകൂലമായൊരു മറുപടി കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ ചിന്തയിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഉള്ള ചില കഥാപാത്രങ്ങളെ എടുത്ത് നമുക്ക് ചിന്തിക്കാൻ വിചാരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന രണ്ട് രീതിയിലുള്ള പ്രാർത്ഥന, ഒന്ന് മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾ, ഒന്ന് നമ്മൾ ചോദിക്കുന്ന മറുപടി കിട്ടാത്ത മറ്റൊരു തരം പ്രാർത്ഥനകൾ. ആദ്യത്തെ പ്രാർത്ഥന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കെല്ലാം അറിയാവുന്ന യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന നമുക്കെല്ലാം അറിയാം. ഗത്സമന തോട്ടത്തിൽ അവസാനത്തെ താഴത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കുരിശുമരണത്തെയും പീഡാനുഭവത്തെയും കുറിച്ച് ആകുലതപ്പെട്ട് എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് ഒരുപക്ഷെ രക്തം വേർപ്പുതുള്ളിയായി നിലത്ത് വീഴുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടത്തുന്ന യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യത്തിൽ നോക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പുത്രൻ പിതാവിനോട് അപേക്ഷിക്കുകയാണ്. ഒരുപക്ഷെ ഏറ്റവും അടുത്തൊരു ബന്ധമാണ് ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള ആഗ്രഹം. പുത്രൻ കടന്നു പോകുന്ന വേദനയിൽ ഉള്ള ഒരു അപേക്ഷയാണ് ഇത് നീങ്ങിപ്പോകണമേ എന്നുള്ളത്. അത് ആ വാക്യത്തിന് തന്നെ രണ്ടാമത്തെ ഭാഗം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു വലിയ മാതൃകയാവാം ഇത്. നമ്മളതിലേക്ക് പിന്നീട് വരും. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ബാഹ്യമായൊരു ഉത്തരം നോക്കുമ്പോൾ ഇത് മറുപടി കിട്ടാത്ത ഒരു പ്രാർത്ഥനയാണ് യേശുവിൻ്റെ. പിതാവിനോട് പുത്രൻ ആവശ്യപ്പെടുന്നു, വേദനകളിലായിരിക്കുന്നു. ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും അവിടെ കിട്ടുന്നില്ല. ആ പ്രാർത്ഥനയുടെ അവസാനം ദൂതന്മാർ വന്ന് ഒരുപക്ഷെ യേശുവിനെ ആശ്വസിപ്പിച്ചു നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ ഒരുപക്ഷെ ആന്തരിക അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ ഈ അവസ്ഥയിൽ കടന്നു പോകുന്ന യേശു എബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഓർത്തിട്ടുണ്ടാകാം. എബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ വേണ്ടിയിട്ട് മൊറിയാമലയിലേക്ക് പോകുമ്പോൾ ഉള്ളൊരനുഭവം നമുക്കെല്ലാം അറിയാം. അപ്പം ഗത്സമനയിൽ വേദനയിലായിരിക്കുന്ന യേശു ഒരുപക്ഷെ യാഗപീഠത്തിൽ കൈയും കാലും കെട്ടി വെച്ച ഇസ്ഹാക്കിനെ അവസാന നിമിഷത്തിൽ രക്ഷപ്പെടുത്തിയ ആ ഒരു ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാകും. അന്നും അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാം. എന്താണെങ്കിലും ആ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായില്ല. പക്ഷെ അതിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് ആ നഷ്ടപ്പെടുത്തലിലൂടെ സ്വന്തം മകനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു പിതാവിന്റെ പ്രവൃത്തിയിലൂടെ മകനെ രക്ഷിക്കാതിരിക്കുന്നത് വഴി ഒരുപക്ഷെ പിതാവിന്റെ പദ്ധതിയിൽ വന്ന മറ്റൊരു രക്ഷാപദ്ധതിയുണ്ട്. മുഴുവൻ ലോകത്തെയും രക്ഷിച്ചെടുക്കുന്ന ആ മരണത്തിന്റെ ഒരു മറുവിലയായി കൊടുത്ത് ഉള്ള രക്ഷയുടെ പദ്ധതി. അപ്പൊ ഈ ഒരു പ്രാർത്ഥന, യേശുവിന്റെ ഈ ഒരു പ്രാർത്ഥന, അതിൻ്റെ മറുപടിയില്ലായ്മ, അതിൻ്റെ
മറ്റൊരു രീതിയിലുള്ള ഫലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഉണ്ടാകാം. പല മറുപടികളും നമ്മൾ ഉദ്ദേശിക്കുന്ന മറുപടി ആകണമെന്നില്ല എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രാർത്ഥനയുടെ എന്നുള്ളത് യേശുവിൻ്റെ ഗെത്സമനിയിലെ പ്രാർത്ഥനയുടെ നമ്മൾ വായിച്ച 42-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. എങ്കിലും നിന്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുടെ സമാപന വാചകം. അതുപോലെ തന്നെ ഇത് മറ്റൊരു മറുപടി വന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ പൗലോസ്ലീഹായുടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കറിയാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം രണ്ടാം ലേഖനം 12-ാം അധ്യായം ഇതിന്റെ 7-ാം വാക്യത്തില് അതിന്റെ 9-ാം വാക്യത്തില് ഒമ്പതല്ല 8-ാം വാക്യത്തില് ശരീരത്തിലുള്ള ഒരു മുള്ളിനെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതെന്നെ നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. പൗലോസ്ലീഹ നമുക്കറിയാം വിശ്വാസ വീരനാണ്. സഭയെ പീഡിപ്പിക്കുന്നതിൽ നിന്ന് നേരെ തിരിച്ച് നമ്മൾ 180 ഡിഗ്രി ടേണെന്ന് പറയുന്നവർ തിരിച്ച് അപ്പോസ്തലന്മാർ മുമ്പൻ എന്ന പോലെ കൊണ്ടുവന്ന വിശ്വാസവീരനായ പൗലോസ്ലീഹ പ്രാർത്ഥിക്കുകയാണ്. വേലയിലായിരിക്കുമ്പോൾ, പീഡകളിലായിരിക്കുമ്പോൾ, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എല്ലാം ഒരുപക്ഷെ പൗലോസ്ലീഹ പ്രാർത്ഥിച്ചുണ്ടാകാം ഈ ഒരു മുള്ള് നീങ്ങിപ്പോകണമെന്ന്. ആ പ്രാർത്ഥനയുടെ മറുപടി നമുക്കറിയാം. മറുപടി കിട്ടാത്ത എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച മറുപടി കിട്ടാത്ത ഒരു പ്രാർത്ഥനയാണത്. അവൻ എന്നോട് എൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. സാധാരണ ഒരാളല്ല പ്രാർത്ഥിച്ചത്. മറുപടി കിട്ടിയത് ഈ രീതിയിലാണ്. ആ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അത് പൗലോസ്ലീഹ എങ്ങനെ എടുത്തു എന്നുള്ളത് അതിൻ്റെ 9-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ നമ്മൾ കാണുന്നു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഒരുപക്ഷെ പൗലോസ്ലീഹയ്ക്ക് പരാതി പറയാൻ ഒരുപാടുണ്ട്. ഞാൻ എല്ലാം വിട്ടു, എല്ലാം ഉപേക്ഷിച്ച്, എൻ്റെ അവസരങ്ങൾ, എൻ്റെ യോഗ്യതകൾ, എൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം വിട്ട് ഞാൻ നിന്നെ പിന്തുടർന്നു. ഇങ്ങനെയൊരു ചെറിയ ആവശ്യം എനിക്കുള്ളപ്പോൾ എന്തുകൊണ്ട് നീ ഇത് പരിഹരിച്ചില്ല എന്നുള്ള ചോദ്യം ചോദിച്ച് പൗലോസ്ലീഹയ്ക്ക് നിരാശപ്പെടാവുന്ന ഒരു അവസരത്തിൽ എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. മറുപടി കിട്ടാത്തതിനെക്കുറിച്ച് പരാതിയല്ല പറയുന്നത്, പക്ഷേ അതിനെ ഒരു പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു ഉത്സാഹത്തിൽ പൗലോസ്ലീഹ എഴുതുകയാണ് ചെയ്യുന്നത് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ. ഇതിൽ നമ്മൾ മറ്റൊരു ഉദാഹരണം നോക്കുമ്പോൾ മോശയുടെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പല ഉദാഹരണങ്ങൾ എടുക്കുന്നത് പല രീതിയിലുള്ള പ്രാർത്ഥനകൾ മറുപടി കിട്ടാതെ പോകുന്ന ചില അവസരങ്ങളിൽ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആവർത്തന പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ മോശ ദൈവത്തോടുള്ള സംഭാഷണമാണ്. 40 വർഷക്കാലം മരുഭൂമിയിലൂടെ യാത്ര കഴിഞ്ഞ് വാഗ്ദത്ത ദേശത്തിന്റെ കണ്ണ് ഉയർത്തി നോക്കിയാൽ കാണുന്നത്ര ദൂരത്തിൽ എത്തി നിൽക്കുന്ന സമയത്തിൽ മോശ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കടന്നു ചെന്ന് യോർദാനക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. വളരെ ജനുവിനായിട്ടുള്ള, ആത്മാർത്ഥമായിട്ടുള്ള, അല്ലെങ്കിൽ ആർക്കും തോന്നാകുന്ന ഒരാഗ്രഹം, എനിക്ക് അവിടെ പോയി ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം മോശ ദൈവത്തോട് പറയുകയാണ്. മോശ ഇതുപോലെ ഒരു ആയുസ് എന്ന് പറയാം, ഒരു ആയുസിന്റെ നല്ലൊരു ഭാഗം പൂർണ്ണമായിട്ട് ദൈവസമർപ്പണത്തിൽ ഇസ്രായേൽ ജനത്തെ നയിച്ച് കൊണ്ടുവന്ന ദൈവത്തിന്റെ ഒരു പോരാളി എന്ന് നമുക്ക് പറയാം. അതിന് ദൈവം കൊടുക്കുന്ന ഒരു മറുപടി നമ്മൾ അതിൻ്റെ അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ 26-ാം വാക്യത്തിൽ, 25 ആയിരുന്നു ആദ്യം പറഞ്ഞ വാക്യം, 26-ാം വാക്യത്തിൽ
യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. മറുപടി അനുകൂലമായില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഒരു താക്കീത് പോലെ ഒരു മറുപടിയായിരുന്നു. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ, 3 പേരെ നമ്മൾ കാണുകയായിരുന്നു, 3 കഥാപാത്രങ്ങളെ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കുമ്പോഴെനിക്ക് ഒരുപക്ഷെ ഇതിന് പലതിനും ഉത്തരം കിട്ടുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടിരുന്നു. ഞാൻ ചില പ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിതാവ് ഒരുപക്ഷെ നാട്ടിലുള്ള സമയത്ത് അസുഖബാധിതനായിട്ട് ഞങ്ങൾ രാത്രിയിൽ ഹോസ്പിറ്റലിൽ പോയി. സ്ട്രോക്ക് ആണെന്ന് കണ്ടുപിടിച്ചു. അത് സർജറി നടത്തണമെന്നുള്ള ഡോക്ടറുടെ അഭിപ്രായത്തിൽ സർജറി നടത്തി. 50-50 എന്ന് പറഞ്ഞെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് പിതാവ് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്ന സമയം, 2 ആഴ്ച ഹോസ്പിറ്റലായിരുന്ന സമയം, സർജിക്കൽ ICUവിൽ നിന്ന് ന്യൂറോ ICUവിൽ മാറ്റി, അത് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് പിതാവ് ഒരു കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം ഉണ്ടായിട്ട് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. എല്ലാവരും വളരെ ഞെട്ടിച്ച ഒരു അനുഭവമായിരുന്നു. കാരണം അസുഖം മാറി, എല്ലാം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിലേക്ക് വന്ന ഒരാളെ പെട്ടെന്ന് കണ്ടാക്കുമ്പോൾ വളരെ ഞെട്ടലായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ആത്മീയമായിട്ട് പ്രാർത്ഥനയിലും കൂട്ടായ്മകളെല്ലാം പങ്കെടുക്കുന്നവരാണ്. ഞാനും എൻ്റെ മാതാവും അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പലരും ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച് ജാഗരിച്ചിരിക്കുന്ന അവസ്ഥ തന്നെ ഉണ്ടാകുന്നത്. ഇത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വളരെയധികം ചില ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, എന്തുകൊണ്ട് ഇതുണ്ടായി, എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതിനെങ്ങനെ ഒരു ഉത്തരം കിട്ടും എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. പിതാവിൻ്റെ ശുശ്രൂഷയിൽ ഒരു ദേവദാസൻ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്യം, അത് ഒരുപക്ഷെ എനിക്ക് പൂർണ്ണമായൊരു ഉത്തരം അതിന് കിട്ടിയിട്ടില്ല എങ്കിലും എന്താണ് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തത് എന്നുള്ളത് ഒരുപക്ഷെ വെളിവാക്കുകയുണ്ടായി. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഒരുപക്ഷെ മറുപടി കിട്ടാത്ത പ്രാർത്ഥനകളിൽ, ജാഗരണങ്ങളിൽ, നിരന്തരമായ മുട്ടിപ്പായ അപേക്ഷകളിൽ നിരാശ ഉണ്ടാകാൻ ഇടയാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് മറുതലിക്കാൻ, ചോദ്യം ചെയ്യാൻ, വിട്ടുപോകാനുള്ള അവസരങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ യെശയ്യാപ്രവചനത്തിലുള്ള ഈ വാക്യം പലപ്പോഴും എനിക്ക് തുണയായിട്ടുണ്ട്. നമ്മളെല്ലാം ബലഹീനരാണ്. എത്ര മനസ്സിലാക്കിയാലും ആത്മാവിൽ ഉരുക്കഴിച്ച് പ്രാർത്ഥിച്ച് തറപ്പിച്ച് വെച്ചാലും പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകും. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ വാക്യം വീണ്ടും വീണ്ടും വന്ന് നമ്മെ ഉറപ്പിക്കുന്നതിന് ശക്തി വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പൗലോസ്ലീഹയുടെ പ്രാർത്ഥനയിൽ ദൈവം മറുപടി കൊടുക്കാത്തപ്പോൾ, യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉദ്ദേശിച്ച മറുപടി കിട്ടാത്തപ്പോൾ, മോശയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നിരുത്സാഹപ്പെടുത്തി താക്കീത് കൊടുത്ത പോലെ മറുപടി കൊടുത്തപ്പോൾ, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പ്ലാൻ ഒരുപക്ഷെ എന്നല്ല മനുഷ്യൻ്റെ പ്ലാനുമായിട്ട് വളരെ വ്യത്യസ്തമാണ് എന്നുള്ള ഒരു പ്രവചനവാക്യം നമ്മൾ ചിത്രീകരിച്ചു വന്നിരിക്കാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ പ്രാർത്ഥനയുടെ മറ്റൊരു മറുപടിയെക്കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ഇതിനു മുമ്പ്, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഉദാഹരണം കൂടി ഞാൻ പറയാം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ചോസൺ എന്ന് പറഞ്ഞൊരു സീരിയൽ എന്ന് നമുക്ക് പറയാം. ഒരുപക്ഷെ ഇംഗ്ലീഷിലുള്ള ഒരു സീരിയലാണ്. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നൊരു
വെബ്സൈറ്റ് ചാനലിൽ വരുന്ന ഒരു സീരിയൽ. ബൈബിളിൻ്റെ യേശുവിൻ്റെ ജീവ ചരിത്രം അല്ലെങ്കിൽ സുവിശേഷങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു വളരെ വളരെ വിവരണങ്ങളുള്ള വിശാലമായ ഒരു പ്രോഗ്രാമാണിത്. ഞാൻ എൻ്റെ കുല ഭാഗങ്ങൾ ഉള്ള പബ്ലിഷ് ചെയ്ത ഭാഗങ്ങൾ കാണാനിടയായി തീർന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. ഇത്ര വിശദമായിട്ട് സുവിശേഷത്തിലെ അത്ഭുതങ്ങളെ അല്ലെങ്കിൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകളെ അതിൻ്റെ ഓരോ കാര്യങ്ങളെയും പ്രതിപാദിച്ചൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. അതിൽ ഉള്ള ഒരു അനുഭവമാണ്. അതിൽ മെയിൻ കഥാപാത്രങ്ങൾ സ്ലീഹന്മാരുണ്ട്, യേശുവുണ്ട്, മഗ്ദല മറിയുണ്ട്, കന്യക മറിയമുണ്ട്, എല്ലാവരുമുണ്ട്. ഒരു ചില ഉപകഥാപാത്രങ്ങൾ കൂടെ കടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ച് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അതിൽ തോമസ് എന്ന് വിളിക്കുന്ന തോമസ് സ്ലീഹയ്ക്ക് ഒരു പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലുണ്ടായിരുന്ന ഒരു കഥ അതിൻ്റെ രൂപകഥയായിട്ട് വരുന്നുണ്ട്. അത് അവരെങ്ങനെ ആയിരിക്കുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ശുശ്രൂഷകളുമായിട്ട് നടക്കുമ്പോൾ ഒരിക്കൽ രോമൻ പടയാളികൾ യേശുവിനെ പിടിക്കാൻ വരുന്ന സമയത്ത് പല പ്രാവശ്യം അവർ യേശുവിനെ പിന്തുടർന്ന് ആക്രമിക്കാനും പിടിക്കാനും ശ്രമിക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ്റെ കുത്തേറ്റ് ഈ പെൺകുട്ടി കൊല്ലപ്പെടും. അപ്പം യേശുക്രിസ്തു എല്ലാ സ്ഥലങ്ങളിലും ഇവർ കൂട്ടമായിട്ട് നടന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് രോഗികളെ സുഖമാക്കി എല്ലാം നടക്കുന്ന വളരെ സക്സസ്ഫുള്ളായിട്ട് ഫലപ്രദമായ വേല പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു മരണം ഉണ്ടാകുന്നത്. അത് തോമസിന് വലിയ ഒരു ഞെട്ടലായിരുന്നു. കാരണം ക്രിസ്തുവിൻ്റെ മുമ്പിൽ എന്ന് വെച്ച പോലെ ഉണ്ടായ ഒരു അപകടമാണ്. ആ അപകടത്തിൽ നിന്ന് ഇവിടെ കുത്തേറ്റ് കിടക്കുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. രക്ഷിക്കൂ, ജീവൻ തിരിച്ചു കൊണ്ടുവരൂ എന്നുള്ള പ്രാർത്ഥന. പക്ഷെ യേശു അത് ചെയ്തില്ല. ഈ ഒരു ചിന്ത തോമസിന്റെ മനസ്സിൽ കിടന്ന് എപ്പോഴും ഒരു കയ്പായിട്ട് കിടക്കുന്ന ഒരു സമയത്ത് അതെല്ലാം കഴിഞ്ഞ് അവസാനത്തെ താഴത്തോട് വരുന്ന സമയത്ത് ഇവരുടെ ഒരു വളരെ നീണ്ട സംസാരത്തിനിടയിൽ ഈ ചോദ്യം വീണ്ടും വരുമ്പോൾ യേശു പറയുന്നൊരു മറുപടിയുണ്ട്. ഒരു പക്ഷെ അത് വേദപുസ്തകത്തിൽ പലതും കണ്ടില്ലെങ്കിലും വളരെ സാങ്കത്യമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. എന്തുകൊണ്ട് റീമ എന്നാണ് കുട്ടിയുടെ പേര്, റീമയെ നീ മരിക്കാൻ അനുവദിച്ചു അല്ലെങ്കിൽ രക്ഷിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് കിട്ടുന്ന മറുപടിയാണ് അത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നില്ല എന്നുള്ളത്. കാരണം യേശു പല പ്രാവശ്യം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത്. അപ്പം അതുപോലെ പലപ്പോഴും മറുപടി നമ്മുടെ പറഞ്ഞ പോലെ 55:8 യെശയ്യാ 55:8 പറഞ്ഞ പോലെ പിതാവിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ പദ്ധതി ആണ് ഒരുപക്ഷെ എന്ത് നമ്മുടെ ജീവിതത്തിൽ മറുപടിയായിട്ട് കിട്ടുന്നു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് അനുകൂലമായ മറുപടി കിട്ടുന്നുണ്ടോ എന്നുള്ളത് ദൈവ പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ള മനസ്സിലാക്കൽ നമ്മൾ ഒരുപക്ഷെ നമ്മളെ ആശ്വസിപ്പിച്ച് അതിനെ ആ ദൈവപദ്ധതി ഭാഗമായി കാണുവാൻ ഇടയാക്കും എന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. സമയം പോകുമ്പോൾ നമ്മൾ ഒരു ചിന്ത കൂടി മറ്റൊരു രീതിയിൽ മറുപടി വരുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് പറയാം. ഇത് മറ്റൊരു അനുഭവ കാര്യമാണ് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അടുത്തിടയ്ക്ക് ബാംഗ്ലൂരിൽ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ആദ്യം വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതിരുന്ന, വളരെ വൈകി വിവാഹം കഴിച്ച ഒരു ജ്യേഷ്ഠനാണ്. അത് കഴിഞ്ഞ് അധികം വൈകാതെ കല്യാണം കഴിച്ച ചേച്ചിക്ക് മാനസികമായിട്ട് ഒരു അസുഖമുണ്ടായിരുന്ന ആളാണ്. അപ്പം അത് കുറച്ച് വർഷങ്ങളായി ആ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ തിരിച്ചു പോയി അവരുടെ നാട്ടിലേക്ക്. ഇദ്ദേഹം പഠിച്ച് ജോലിയായി നാട്ടിൽ നിന്ന് വീണ്ടും വിട്ടുപോയി. ഇപ്പം ഈ സമയത്ത് ജോലി കഴിഞ്ഞ് റിട്ടയറായി നാട്ടിൽ തിരിച്ചു വന്ന് ജീവിക്കുന്നു. അപ്പം ഇപ്പം ബാംഗ്ലൂരിൽ വന്നിരിക്കുമ്പം ആ ജ്യേഷ്ഠ സഹോദരൻ എന്നോട് പറയുകയായിരുന്നു, ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹവും വളരെ ആത്മീയ രംഗങ്ങളിൽ വളരെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മറ്റു ചില നന്മകൾക്ക്
കാരണമാകുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. കാരണം ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹ ജീവിതം വഴിതെറ്റിപ്പോയി, അത് ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹം വിവാഹം കഴിച്ചില്ല. ഒരുപക്ഷെ നമുക്ക് നിരാശ തോന്നാം, ദുഃഖം തോന്നാം, സങ്കടം തോന്നാം, പല കാര്യങ്ങൾ തോന്നാവുന്നൊരു ജീവിതത്തെ അദ്ദേഹത്തിൻ്റെ കാഴ്ച വന്ന് ഇവിടെ ബാംഗ്ലൂരിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു പയ്യൻ, കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾ, കോളേജ് വിട്ട് ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ അപരിചിതമായിട്ട് കാണുവാനും അവനെ തിരിച്ച് കോളേജിലാക്കുക, ആ കോളേജിനടുത്ത് ഒരു റൂം എടുത്ത് കൂടെ താമസിപ്പിച്ച് പഠിപ്പിച്ച് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊച്ചിയിൽ ഇൻഫോ പാർക്കിൽ ജോലി വാങ്ങി. അവന് പഠിക്കാൻ വിദേശത്ത് പോകാൻ താല്പര്യം തോന്നിയപ്പോൾ അവന് വിസയ്ക്കുള്ള സംവിധാനം ചെയ്ത് എല്ലാം ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഫ്ലൈറ്റ് കയറ്റിവിടാൻ വേണ്ടിയാണ് എൻ്റെ സഹോദരനും ഈ പയ്യനും കൂടെ ബാംഗ്ലൂർ വന്നത്. അദ്ദേഹം പറയായിരുന്നു. അപ്പം അന്ന് കല്യാണം ഒരുപക്ഷെ സക്സസ്ഫുള്ളായി കുടുംബമായി കുട്ടികളായി താമസിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത ഒരു കാര്യം മാത്രമാണ്. ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ, നാട്ടുകാരുടെ അല്ലെങ്കിൽ സ്വന്തക്കാരുടെ എല്ലാം ആവശ്യങ്ങളിൽ എല്ലാം മറന്ന് പോയി താമസിച്ച് ചെയ്യുന്നൊരു വ്യക്തി പറയുമായിരുന്നു, എനിക്ക് ഈ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതിൽ ആന്ധ്രാപ്രദേശിലും ഒറീസയിലെ പല ഭാഗങ്ങളിലും സുവിശേഷ വേലയുമായിട്ട് പോയിട്ട് അവിടെ താമസിച്ച് പല ആളുകളെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും അവരെ സാമ്പത്തികമായിട്ടും അവരെ സാംസ്കാരികമായിട്ടും ഉദ്ധരിക്കുന്നതിനിടയാക്കും എല്ലാം ചെയ്ത വ്യക്തിയാണ്. അപ്പം ഞാൻ ഒരു കുടുംബമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും നിൽക്കാൻ കഴിയുമായിരുന്നില്ല എന്നൊരു ചിന്ത അദ്ദേഹം പറയുമായിരുന്നു. അപ്പം ഞാനത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, നമ്മൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആ കുടുംബജീവിതം നന്നാകാൻ വേണ്ടിയിട്ട് ആ ചേച്ചിയുടെ സൗഖ്യത്തിന് വേണ്ടിയെല്ലാം പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടാവും. ഞങ്ങൾ പലരും ആ സമയത്ത് ബന്ധപ്പെട്ടെല്ലാം ഞാൻ ചെറുപ്പമായിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും കുടുംബ അംഗങ്ങളും എല്ലാമായിട്ട്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടാതെയാണ് ആ ഒരു ബന്ധം ഇല്ലാതെ പോയത് ആ സമയത്ത്. പക്ഷെ അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 10-30 വർഷം 40 വർഷം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ ആ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി അയൽവാട് ഇടപെട്ട പലരുമായിട്ട് സഭ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം ഉപകരിച്ച ഒരനുഭവമായി തീരുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അനുഭവങ്ങൾ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന നമ്മൾ തോന്നുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരുപക്ഷെ മറുപടി കിട്ടുന്നെങ്കിൽ നമ്മളെപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കും. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ഉത്തരം തന്നു, ദൈവമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്, ഞാൻ നന്നായി പോകുന്നു. പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ ഒരുപക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴവും അർത്ഥവും നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ അതിനെങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു എന്നുള്ളത് 2 കാര്യങ്ങളിൽ ബന്ധപ്പെട്ടാണ് നിൽക്കുക. ഒന്ന്, നമുക്ക് സങ്കീർത്തനം 77-ാം സങ്കീർത്തനം ഒരുപക്ഷെ നമുക്ക് പലർക്കും പലരും വായിച്ചിട്ടുണ്ടാകും. ഒരു വളരെ കയ്പിൻ്റെ അനുഭവത്തിൽ, സങ്കടത്തിൻ്റെ അനുഭവം തുടങ്ങിയ ഒരു സങ്കീർത്തനമാണ് 77-ാം സങ്കീർത്തനം. അത് പുരോഗമിക്കുമ്പോൾ അത് സങ്കീർത്തനക്കാരൻ്റെ ആ ചിന്താഗതിയിൽ വ്യത്യാസം വളരെ വ്യക്തമാക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ഈ പറയുന്ന പല കാര്യങ്ങളിൽ ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ, അവൻ കോപത്തിൻ്റെ 77-ന്റെ 9-ാം വാക്യമാണ്. ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ, അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ, എന്നാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതന്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 11ലേക്ക് വരുമ്പോൾ, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ യഹോവയ്ക്ക് ഞാൻ നിന്റെ സകല പ്രവൃത്തികളെയും കുറിച്ച് ധ്യാനിക്കും, നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. നമ്മുടെ അനുഭവങ്ങളെ, കൈപ്പേറിയ അനുഭവങ്ങളെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ആദ്യമായിട്ട് പറയുന്നതെല്ലാം ഞാൻ രാത്രി മുഴുവൻ കണ്ണുനീരിൽ ആയിരുന്നു, പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു. അതിനെല്ലാം മറുപടി കിട്ടാത്തൊരവസ്ഥയിലാണ് ചുവന്ന് കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ എന്നുള്ള അവസ്ഥയിലേക്ക് സങ്കീർത്തനക്കാരൻ എത്തുന്നത്. അവിടെ നിന്നാണ് ആ ഒരു മാനസികമായ വ്യത്യാസം വന്നിട്ട്
ആ ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റം വന്നിട്ട് പറയുന്നത് ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ജീവിതത്തിൽ നമ്മൾ 20, 30, 40, 50, 60 വയസ്സും ജീവിച്ച നമ്മൾ ഓരോരുത്തരും ജീവിതങ്ങളിൽ ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്ന്, മറുപടി കിട്ടാത്ത പ്രാർത്ഥനകളിൽ നിന്ന്, ഉണ്ടാകാവുന്ന നിരാശയിൽ നിന്നോ ദുഃഖത്തിൽ നിന്നോ സങ്കടത്തിൽ നിന്നോ നമ്മൾ മോചിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു മാർഗം. ഓരോ പ്രാർത്ഥനകൾക്കും ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ രീതി ഏറ്റവും നല്ലൊരു മാതൃകയാക്കേണ്ടതുണ്ട്. നമ്മൾ നിന്റെ ഇഷ്ടം യോ വിൽ ബി ഡൺ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർത്തിയാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ മറുപടി കിട്ടാത്തപ്പോൾ പൗലോസ്ലീഹ സന്തോഷം കണ്ടെത്തിയ പോലെ, അല്ലെങ്കിൽ അതിനൊരു സമാധാനിപ്പിക്കുന്ന ഒരു ആശ്വാസം കണ്ടെത്തിയ പോലെ, ആ ഒരു ബലഹീനതയിൽ ആഹ്ലാദിക്കുന്ന, ദൈവം മറുപടി തരാത്ത ഒരു കഷ്ടതയിൽ സന്തോഷിക്കുന്ന, പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമാണ്. പ്രത്യേകിച്ച് ഞാൻ അധികം നമ്മുടെ ഒരു വിശ്വാസ ഇതിൽ കേട്ടിട്ടില്ല. കത്തോലിക്ക വിശ്വാസ പാരമ്പര്യങ്ങൾ നമ്മൾ പല ഓരോ മെസ്സേജുകൾ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ നമ്മുടെ ഓരോ വേദനകളും സങ്കടങ്ങളും ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളൊരു ചിന്താഗതി അവർ പഠിപ്പിക്കാറുണ്ട്. വളരെ നല്ല ഒരു ആശയമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ വേദനകൾ, സങ്കടങ്ങൾ, മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത വേദനകൾ, അസുഖങ്ങൾ, വീഴ്ചകൾ, നഷ്ടങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ആ സഹനങ്ങളോട് ചേർത്ത് കരുതുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മെ രക്ഷിച്ച, സഹായിച്ച, നമ്മെ നടത്തിയ, അനുഗ്രഹിച്ച നമ്മുടെ പഴയകാല അനുഭവങ്ങളെ അതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടൊരു ബന്ധത്തിൽ ഒരുപക്ഷെ ചോദിക്കുന്നത് എല്ലാം കിട്ടുന്നതിലല്ല, നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് തരികയും അല്ലാത്തത് മനസ്സിലാക്കാനുള്ള കൃപ തരികയും ചെയ്യുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന്, നമ്മളായിരിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, വിശ്വാസ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും കൃപയാണ്. വിശ്വാസത്തിലേക്ക് വരാൻ ഉണ്ടായത് കൃപയാണ്. ദൈവത്തോടായിരിക്കാനുള്ള ഇപ്പൊ ഇന്ന് ഈ സന്ധ്യായോഗത്ത് വരുവാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയത് ദൈവകൃപ കൊണ്ടാണ്. നമ്മുടെ ആരുടെയും എന്തെങ്കിലും മേന്മ കൊണ്ടല്ല. ഈ സന്ധ്യാസമയത്ത് ഇവിടെ വരണമെന്നും ഇവിടെ 1 മണിക്കൂറായിരിക്കും എന്നുള്ളൊരു തോന്നലും ഒരവസരവും തന്നത് ദൈവകൃപയാണ്. പ്രാർത്ഥിക്കാൻ അവസരം തരുന്നത്, മറ്റൊരാൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ അവസരം കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറുപടി കിട്ടാത്തപ്പോൾ ദൈവത്തോട് മറുതലിക്കാതിരിക്കാനുള്ള അവസരം തരുന്നത്, ഓരോ വീഴ്ചകളിലും നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത്, കൈവിടാതെ നടത്തുന്നത് എല്ലാം ദൈവകൃപയാണ്. അതുപോലെ തന്നെ മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരം നടത്തുമ്പോൾ, ഒരുപക്ഷെ നാളുകളായിട്ട് ഓരോ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും മറുപടി കിട്ടാത്തവർ. അവരോട് വീണ്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തെ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ, വിശ്വാസത്തിന് ത്യാഗം സംഭവിക്കാതിരിക്കാൻ അവരെ കാത്തു സൂക്ഷിക്കുന്നത് ദൈവകൃപയാണ്. ആ ഒരു കൃപ നമ്മൾ ഉണ്ടാക്കുക, ദൈവത്തിൻ്റെ നന്മകളെ ആദ്യോടന്തം ഓർമ്മ വയ്ക്കുക. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പരാജയങ്ങൾ നമുക്ക് തോന്നുമ്പോൾ അതിനെ ഓർക്കുക. എല്ലാ പ്രാർത്ഥനകളും നിന്റെ ഇഷ്ടം നടപ്പിലാകട്ടെ, എൻ്റേതല്ല എന്നുള്ള ഒരു ഉപസംഹാരത്തിൽ നമ്മൾ നടത്തുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് പറയാനും മനസ്സിലാക്കാനുള്ള ഒരു കൃപ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും സുദൃഢമാകുകയും നിരാശയ്ക്ക്, അല്ലെങ്കിൽ പെറുപെറുപ്പിന്, അല്ലെങ്കിൽ ദൈവത്തെ കുറ്റം പറയുന്നതിന്, ചോദ്യം ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാവുകയും കുറയുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു അവസരത്തിലാണ് ഒരുപക്ഷെ നമ്മുടെ ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം ഏറ്റവും ശക്തമാകുന്ന നമ്മൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ട് നമുക്കുള്ളതും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ വിജയം വരികയും ചെയ്യുന്നത്. ഈ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിലൂടെ ശക്തീകരിച്ച് നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ അതിൻ്റെ മറുപടി അനുസരിച്ചല്ല, പക്ഷേ ദൈവ പദ്ധതിക്കനുസരിച്ച് അതിനെ സമർപ്പിക്കുമ്പോൾ, ദൈവ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആ ഒരു
ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയിൽ, വിശ്വാസ അവസ്ഥയിലാണ് നമ്മുടെ വിശ്വാസത്തിന് സ്ഥിരതയും വളർച്ചയും പൂർത്തീകരണവും വരിക എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദൈവകൃപ നമ്മളോട് കൂടിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ഈ ഒരു അവസരം നമുക്ക് തന്ന ദൈവത്തോട് നന്ദി പറയാം. ദാസനിലൂടെ ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുന്ന അവസരം നന്ദി. കൂടി വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവമായ കർത്താവിനോടും കൂടിയിരുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തി വിശ്വാസ സ്ഥിരതയും പൂർത്തീകരണത്തിലേക്ക് നമ്മൾ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മുഖത്തുപെടുമാറാകട്ടെ.